ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മളെല്ലാവരും നീറ്റ് 2025 ഫൈനൽ ലാബ്സിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് മോക്ക് എക്സാംസ് ഒക്കെ എഴുതി പ്രിപ്പയർ ചെയ്യുന്ന മക്കൾക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം നിങ്ങളുടെ മോക്ക് എക്സാമിൻ്റെ സ്കോർ റൈസ് ചെയ്യുന്നില്ല എന്നുള്ളതായിരിക്കും അല്ലേ. നിങ്ങളെല്ലാവരും ഭയങ്കര ടെൻസ്ഡാണ്. എല്ലാ കുട്ടികളും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ്, മിസ്സേ ഇത്രയും നാൾ കിട്ടിയ ഒരു സ്കോറ് ഞാൻ എൻ്റെ മോക്ക് എക്സാമിന് വാങ്ങുന്നില്ല. എനിക്ക് ഇത്രയും നാൾ ഒരു 600 ഒക്കെ വന്ന് നിന്നവർ പെട്ടെന്ന് 400ലേക്ക് പോകുന്നു, 550ലേക്ക് പോകുന്നു. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ മോക്ക് എക്സാമിൻ്റെ സ്കോർ ഇൻക്രീസ് ചെയ്യുക? അതെനിക്ക് കൂടുതൽ ടെൻഷൻ തരുന്നുണ്ട്. ഇതിന് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് കാര്യം മക്കളെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇത്രയും നാളും നിങ്ങൾ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ സെലക്റ്റീവായി ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൻ്റെ എക്സാമാണ് എഴുതിയത്. എന്നാൽ നമ്മൾ ഈ ഫൈനൽ ടൈമിലെത്തുമ്പോൾ ഫുൾ ടോപ്പിക് എക്സാംസ് ആണ് നമ്മൾ എഴുതുക. പലപ്പോഴും ഫുൾ ടോപ്പിക് എക്സാം എഴുതാൻ വരുന്നതിന് തൊട്ട് മുമ്പായി ഫുൾ ടോപ്പിക് ഒന്ന് റിവൈസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം നിങ്ങൾക്കുണ്ട്. ദ സെക്കൻഡ് തിങ് ഇസ് ഓഫ് കോഴ്സ് ഓവർ ആൻറ്റിസിപ്പേഷൻ. നമ്മൾ എക്സാമിന് ഇരിക്കുമ്പോൾ അയ്യോ ഈ എക്സാം എന്താവും, എൻ്റെ സ്കോർ പിന്നെയും കുറയുമോ എന്നുള്ള ടെൻഷനിലും ടൈമിനെ പ്രോപ്പറായി മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ടും നിങ്ങളുടെ സ്കോറ് ഓഫ് കോഴ്സ് കുറയുന്നതിൻ്റെ മേജർ റീസൺ നിങ്ങളുടെ നെഗറ്റീവ് മാർക്കിംഗ് ആയിരിക്കും. നിങ്ങൾ കഴിഞ്ഞ് എഴുതിയ 2 മോക്ക് എക്സാംസിൻ്റെ പേപ്പർ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. അതിൽ പലപ്പോഴും നിങ്ങളുടെ സ്കോറിനെ ഇമ്പയർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കുറച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ചോദ്യമല്ല, പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യം നിങ്ങൾ സില്ലി മിസ്റ്റേക്സ് വഴി തെറ്റാക്കിയത് കൊണ്ടാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ സില്ലി മിസ്റ്റേക്സിനെ ഈ മോക്ക് എക്സാം ട്രെയിനിങ്ങിലൂടെ തന്നെ ബെറ്റർ ആക്കാൻ പറ്റും? ദ ഫസ്റ്റ് തിങ് ഇസ് സ്റ്റോപ്പ് കമ്പയറിങ് യുവർ സ്കോർ. സ്കോർ കമ്പയറിങ് നമ്മൾ നിർത്തേണ്ട സമയമായി കഴിഞ്ഞു. ഇനി നമ്മൾ നീറ്റിൻ്റെ ഫൈനൽ ലാബ്സിലാണ്. സ്കോറിനെ മാത്രം ഓവറായി കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഓൺലി ഗിവ് യു സ്ട്രെസ് അല്ലേ. അയ്യോ ഈ സ്കോർ എത്തിയില്ല, ഈ സ്കോർ എത്തിയാലേ എനിക്ക് അവിടെ എത്തുള്ളൂ എന്നുള്ളൊരു ടെൻഷനാണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുക. ഈ സ്കോറിനെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് തെറ്റുന്ന ക്വസ്റ്റ്യൻസിലേക്ക് നിങ്ങളുടെ ഫോക്കസിനെ ഡിവേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് തെറ്റുന്ന ക്വസ്റ്റ്യൻ എങ്ങനെ തെറ്റി, അറിഞ്ഞൂടാത്ത കൺസെപ്റ്റ് ആണെങ്കിൽ ആ കൺസെപ്റ്റ് പഠിക്കുക. കാരണം ഈ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ മോക്ക് എക്സാമും പക്കാ നീറ്റ് സിലബസ് ബേസ്ഡ് ആയിരിക്കും. ആൻഡ് മോസ്റ്റ് പ്രോബബിൾ ക്വസ്റ്റ്യൻസും PYQസും റിലേറ്റ് ചെയ്തുകൊണ്ടുണ്ടാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രോപ്പറായി ചെയ്താൽ തന്നെ നീറ്റിനാവുമ്പോൾ ഇതിനോട് റിലേറ്റ് ചെയ്തതോ ആയ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഫോക്കസ് ഓൺ യുവർ മിസ്റ്റേക്ക്. എവിടെ തെറ്റുപറ്റി, കൺസിഡർ ഇറ്റ് ദാറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് തെറ്റിയത് കൊണ്ട് ഐ വിൽ ഗെറ്റ് കറക്റ്റിംഗ് ഇറ്റ്. ഇപ്പോൾ തന്നെ നമ്മളത് കറക്റ്റ് ചെയ്യും. ഇറർ ഫയൽ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ദ സെക്കൻഡ് തിങ് ഇസ്, ഒരിക്കലും മാർക്ക് കിട്ടട്ടെ, ഈ മാർക്കിന് ഫോക്കസ് ചെയ്യുമ്പോൾ എന്താ മാർക്ക് കിട്ടട്ടെ വിചാരിച്ച് അത്രയ്ക്ക് അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻ വരെ നെഗറ്റീവ് മാർക്കിങ് ചെയ്ത് വെക്കും അല്ലെ. അറിഞ്ഞൂടാ, പക്ഷെ ചെയ്താൽ കിട്ടിയാലോ, കിട്ടിയ 4 കിട്ടിയില്ലേ, പോയാൽ 1 പോവുള്ളൂ. പക്ഷെ ആ 1 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ രണ്ടാമത് ഫോക്കസ് ചെയ്യാനുള്ളത് നിങ്ങളുടെ നെഗറ്റീവ് മാർക്കിങ്സിനെ കുറയ്ക്കുക. ആദ്യം ബയോളജിയിൽ 5 നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളൊരു കുട്ടി അടുത്ത എക്സാമിന് ഫോക്കസ് ചെയ്യുമ്പോൾ 2 നെഗറ്റീവ് മാർക്കിങ്ങേ വരാവൂ മാക്സിമം. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഓൾമോസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇത് ചെയ്യണ്ടേന്ന് ഡൗട്ട് വരുമ്പോൾ അറിഞ്ഞൂടായെങ്കിൽ ചെയ്യണ്ട എന്നൊരു ഡിസിഷൻ എടുക്കും. ആൻഡ് ദിസ് വിൽ ഓൾസോ ഇംപ്രൂവ് യുവർ സ്കോർ. ആൻഡ് ദ തേർഡ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ്, നിങ്ങളൊരു എക്സാമിന് പോകുന്ന മുമ്പേ ടൈം മാനേജ്മെൻറ്റ് മെൻ്റലി കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് എക്സാമിന് പോവുക. അവിടെ ചെന്നിട്ട് പേപ്പർ കണ്ട ശേഷം പേപ്പർ എഴുതി തീർക്കുന്ന രീതിയിൽ നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് പോകുന്നതിന് പകരം നമ്മൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് ഇത്ര ടൈം ആയിരിക്കും ഞാൻ സ്പെൻഡ് ചെയ്യുക എന്ന് ഓൾറെഡി പ്രീഫിക്സ് ചെയ്യുക. ആ ടൈം ആവുമ്പോൾ കൃത്യമായി അടുത്ത സബ്ജക്റ്റിലേക്ക് മൂവ് ഓൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ റിമൈനിങ് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൈമിൽ മാത്രം നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, കുറച്ച് ഹാർഡായി തോന്നിയ ക്വസ്റ്റ്യൻസ് പോയി റീഡു ചെയ്യുക. അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഒരിക്കലും റാപ്പിഡായി ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടുണ്ടാക്കുന്ന മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാം. നമ്മൾ കുറച്ചുകൂടെ ടൈം കോൺഷ്യസ് ആവും. അപ്പോൾ മോക്ക് എക്സാമുകൾ നിങ്ങൾക്ക് തരുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ഉള്ള സ്ട്രെസ്സിനെ കുറച്ചുകൂടെ കൂട്ടി അയ്യോ സ്കോർ വരുന്നില്ല എന്ന് വരുത്തി നിങ്ങൾക്ക് ആൻസൈറ്റി ജനറേറ്റ് ചെയ്യാനല്ല, നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റും ഇറർ അനാലിസിസും പ്രോപ്പറായി മനസ്സിലാക്കാനാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങളുടെ എക്സാംസിന് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എക്സാംസ് അറ്റൻഡ് ചെയ്യുക. സോ സീ യു, ബൈ.